ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമായ ഗുണത്രയ വിഭാഗയോഗത്തിലെ 4 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. സത്വം രജസ്തമയിതി ഗുണാ പ്രകൃതി സംഭവാ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. മഹാബാഹോ, ഹേ ബലവാനായവനെ, ഹേ വീരനായവനെ. സത്വം രജസ് തമ, സത്വം രജസ് തമസ് ഇതി എന്നിങ്ങനെ പ്രകൃതി സംഭവാഹ ഗുണാഹ, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ത്രിഗുണങ്ങൾ, ഈ 3 ഗുണങ്ങൾ, അവ്യയം ദേഹിനം, അവ്യയമായ ദേഹത്തെ, അവ്യയം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത വികാരരഹിതമായ ആത്മാവിനെ, അവ്യയമായ ദേഹിയെ, അതായത് വികാരരഹിതമായ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ആത്മാവിനെ, ദേഹേ ദേഹത്തിൽ, നിബധ്നന്തി ബന്ധിക്കുന്നു. അല്ലയോ വീരനായവനെ അർജുന, സത്വം രജസ് തമസ് എന്നിങ്ങനെ പ്രകൃതിയിൽ നിന്ന് ഉളവാകുന്ന ത്രിഗുണങ്ങൾ, ഗുണവിശേഷങ്ങൾ, മാറ്റങ്ങൾക്ക് വിധേയനാകാത്ത ആത്മാവിനെ, വികാരരഹിതമായ ആത്മാവിനെ ദേഹത്തിൽ അഥവാ ശരീരത്തിൽ ബന്ധിതനാക്കുന്നു. അല്ലയോ വീരനായ അർജുന, 3 ഗുണവിശേഷങ്ങൾ അടങ്ങിയതാണ് പ്രകൃതി, അതായത് സത്വം രജസ് തമസ്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ ഗുണവിശേഷങ്ങളോട് കൂടിയ ദേഹവുമായി സംയോഗമുണ്ടാകുന്നതോടെ ആത്മാവ് അഥവാ ദേഹി ദേഹത്തിൽ ബന്ധിതനായി തീരുന്നു, അഥവാ ബന്ധിതനായി തീരുന്നതായി അനുഭവപ്പെടുന്നു. സ്വതവേ ആത്മാവ് മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതാണ്, ഒന്നിനോടും ഒട്ടിച്ചേരാത്തതാണ് ആത്മാവ്. എന്നാൽ ത്രിഗുണാത്മകമായ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ജീവാത്മാവ് ശരീരത്തിൻ്റെ ഈ ഗുണവിശേഷങ്ങളിൽ ഭാഗഭാക്കാകുവാൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ അവയുമായി ബദ്ധനാകുന്നതായി തോന്നിക്കുന്നു അഥവാ അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ അതും ഒരു മായയാണ്. സൂര്യൻ ഒരു പാത്രത്തിലെ ജലത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ആ പാത്രത്തിലെ ജലത്തിൽ ബന്ധിതനായി നമുക്ക് തോന്നും, ആ പാത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നതായി തോന്നും. ആ പാത്രത്തിലെ ജലം ഇളകുമ്പോൾ സൂര്യനും ഇളകുന്നതായി തോന്നുന്നു. എന്നാൽ സത്യത്തിൽ സൂര്യനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അതുപോലെയാണ് ആത്മാവിൻ്റെ ശരീരവുമായുള്ള ബന്ധം. ഒരാത്മാവ് ജീവാത്മഭാവത്തിൽ ശരീരത്തിൽ വസിക്കുമ്പോൾ ത്രിഗുണാത്മകമായ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ ജീവാത്മാവും ഭാഗഭാക്കാകുന്നതായി അനുഭവപ്പെടുന്നു അഥവാ തോന്നുന്നു. ഈ ഭൗതികമായ കർമ്മങ്ങളുമായി ബദ്ധനാകുന്നതായി ശരീരം ബന്ധപ്പെടുന്നത് പോലെ ആത്മാവും ബദ്ധനാകുന്നതായി അനുഭവപ്പെടുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാവ് ഇതുമായിട്ടൊന്നും ബദ്ധനാകുന്നില്ല എന്നുള്ളതാണ്
പരമാർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.